ഹിമാചൽ പ്രദേശിലെ വിമതരെല്ലാം ബി.ജെ.പിയിലേക്ക് 6 വിമത കോൺഗ്രസ് എം.എൽ.എമാരും രാജിവെച്ച 3 സ്വതന്ത്ര എം.എൽ.എമാരും ബി.ജെ.പിയിലെത്തി. ജൂൺ 1-ന് ഹിമാചലിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. അനൂപ് ദാസ് വിവരങ്ങളുമായിട്ട്. അനൂപ്, കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റങ്ങളും എല്ലാം കണ്ടതാണല്ലോ. എന്തായാലും പ്രതീക്ഷിക്കപ്പെട്ട പോലെ തന്നെ അവർ ബി.ജെ.പിയിലേക്ക് എത്തുന്നത് ബി.ജെ.പിക്ക് എത്രത്തോളം സംസ്ഥാന തലത്തിൽ കരുത്തു പകരാൻ സാധ്യതയുണ്ട്, അതോ തിരിച്ചടിക്കാണോ സാധ്യത? ബി.ജെ.പിക്ക് ഗുണമുണ്ടാവുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഹിമാചൽ പ്രദേശിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിമാചൽ സർക്കാരിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് ബി.ജെ.പിക്കും കോൺഗ്രസിനും ഒരേ നിലയിലുള്ള പിന്തുണ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ മാറി. ആ നിലയിലുള്ളപ്പോഴാണ് ഇപ്പോൾ 6-ഉം 3-ഉം 9 എം.എൽ.എമാർ രാജിവെച്ചിരിക്കുന്നത്. ഈ രാജിവെച്ച 3 സ്വതന്ത്ര എം.എൽ.എമാർ ഇന്ന് ബി.ജെ.പിയിൽ ചേർന്നു. ഒപ്പം തന്നെ നേരത്തെ കോൺഗ്രസ് പുറത്താക്കിയ 6 വിമത എം.എൽ.എമാരും, അവരുടെ പേര് സുധീർ ശർമ്മ, രവി താക്കൂർ, ഇന്ദ്രദത്ത്, ദേവേന്ദ്ര ഭൂട്ടോ, രാജേന്ദ്ര റാണ, ഒപ്പം ചൈതന്യ ശർമ്മ, ഈ ആളുകളാണ് ഇന്ന് ബി.ജെ.പിയിൽ ചേർന്നത്. ജൂൺ 1-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ 6 മണ്ഡലങ്ങളിൽ 6ഇടത്തും ബി.ജെ.പി വിജയിച്ചാൽ ഒരുപക്ഷെ ബി.ജെ.പിക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അവിടെ നീങ്ങും. ഇനിയും ചില എം.എൽ.എമാർ ബി.ജെ.പിയുമായി സംസാരത്തിലുണ്ട്. 3 പേർ കൂടി പാർട്ടി വിടും, കോൺഗ്രസ് വിട്ടു വരുമെന്ന് നേരത്തെ തന്നെ ചില ബി.ജെ.പി നേതാക്കൾ പറഞ്ഞിരുന്നു. എന്തായാലും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരും വീഴാൻ പോകുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ കാര്യത്തിലും ഏതാണ്ട് തീരുമാനമാക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമമെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ നീക്കങ്ങൾ കാണുമ്പോൾ.